പ്രകടന പത്രികയിലെ പ്രഖ്യാപനം നടപ്പിലാക്കി ആശാപ്രവർത്തകരുടെ ദിവസവേതനം 700 രൂപ ആക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി ആവശ്യപ്പെട്ടു. യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ 10,000-ൽ താഴെ മാത്രം വരുമാനം ലഭിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പോലും വേതനത്തിന് സമാനമായ വേതനം ലഭിക്കാത്ത 24 മണിക്കൂറും പണിയെടുക്കുന്ന ആളുകൾക്ക് ന്യായമായ പ്രതിഫലം നൽകുന്നതിനോ ഒരു ചർച്ച നടത്താനോ മര്യാദ കാണിക്കാതെ പാർട്ടിയിലെ അണികൾ നാണം കെട്ട വർത്തമാനം പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് ജനം തിരിച്ചു ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് ശമ്പളം 5 ലക്ഷം രൂപയുള്ളൂ. 5 ലക്ഷം രൂപയുള്ളൂ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്. അത് നേരത്തെ 2018 വരെ 1,80,000 പ്രണബ് മുഖർജിയൊക്കെ ആ ശമ്പളത്തിലായിരുന്നു. ഇപ്പൊ 5 ലക്ഷമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 1,60,000 രൂപ ശമ്പളവും. ഈ ഗവൺമെന്റിന്റെയും ഹർഷകുമാറിന്റെയും പിണറായിയൊക്കെ നിയമനം നടത്താത്ത PSCയിലുള്ളത് മെമ്പർമാരുടെ ശമ്പളം 2.5 ലക്ഷം രൂപ. അതൊന്നുകൂടെ കൂട്ടിക്കൊടുത്തു. ചെയർമാന്റെ 2.5 എന്നുള്ളത് 4 ലക്ഷമായിട്ട് ഉയർത്തി കൊടുത്തു. ആശാ വർക്കർക്ക് 100 രൂപ കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് കേരള സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരും. ആ കാലം വിദൂരമല്ല. നിങ്ങളെ നോക്കി ജനം പരിഹസിക്കുന്ന കാലം വിദൂരമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വലിയ മാരക രോഗങ്ങൾ വീണ്ടും മാനവരാശിയുടെ ഭാവിക്ക് ഭീഷണിയാണ്. വളരെ പ്രാധാന്യത്തോടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ കാണേണ്ട ഒരു കാലഘട്ടമാണിത്. ആരോഗ്യ പ്രവർത്തകരെ ശാക്തീകരിക്കേണ്ട സമയമാണിതെന്നും അവർക്ക് വിദഗ്ധ പരിശീലനവും ആധുനിക ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്നും ആരോഗ്യസേനയായ ആശമാർക്ക് കൂടുതൽ പ്രോത്സാഹനവും സഹായവും അംഗീകാരം നൽകണമെന്നും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരുടെ അവകാശ സമരത്തിന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് അനുമോദിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഗാന്ധി ദർശൻ വേദി പത്തനംതിട്ട ജില്ലാ ചെയർമാൻ KG റജി, സമരനായിക MA ബിന്ദു കളർകോടിന് ഹാരമണിയിച്ച് ആദരിച്ചു. KPGD പത്തനംതിട്ട ജില്ലാ ചെയർമാൻ KG റജി, GB അംഗം ഡോക്ടർ ഗോപി മോഹൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ രജനി പ്രദീപ്, ജില്ലാ ട്രഷറർ സോമൻ ജോർജ്, അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MR ജയപ്രസാദ്, DC മെമ്പർമാരായ വിജയലക്ഷ്മി ഉണ്ണിത്താൻ, അനീഷ് രാജ് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് പ്രസംഗിച്ചു.